ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഐ ലീഗ് ക്ലബ്ബായ രാജസ്ഥാൻ യുണൈറ്റഡ് ഇപ്പോൾ സൂപ്പർ കപ്പിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മികച്ച പ്രകടനം അവർ നടത്തിയിരുന്നു. 10 പേരായി ചുരുങ്ങിയിട്ടും നല്ല രൂപത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പൊരുതാൻ അവർക്ക് കഴിഞ്ഞു. അവസാന നിമിഷം വഴങ്ങിയ ഒരു ഗോളാണ് അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായി മാറിയത്. അതിനേക്കാൾ ഉപരി ഇന്നലെ മുംബൈ സിറ്റിയെ അട്ടിമറിക്കാൻ രാജസ്ഥാൻ യുണൈറ്റഡിന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇതേക്കുറിച്ച് രാജസ്ഥാന്റെ പരിശീലകനായ വിക്രാന്ത് ശർമ്മ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വഴങ്ങിയ ആ ഒരു തോൽവിയുണ്ടല്ലോ, അതാണ് തങ്ങൾക്കിപ്പോൾ പണി തരാൻ പോകുന്നത് എന്നാണ് വിക്രാന്ത് ശർമ്മ പറഞ്ഞിട്ടുള്ളത്. ആ മത്സരത്തിൽ സമനില പിടിച്ചിരുന്നുവെങ്കിൽ സെമിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നല്ല രൂപത്തിൽ ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ പരാജയപ്പെട്ടതാണ് തങ്ങൾക്കിപ്പോൾ വലിയ തിരിച്ചടിയായി മാറുന്നത് എന്നാണ് ഇപ്പോൾ രാജസ്ഥാന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വഴങ്ങിയ തോൽവിയാണ് ഞങ്ങൾക്ക് പണി തരാൻ പോകുന്നത്. ആ മത്സരത്തിൽ സമനില പിടിച്ചിരുന്നുവെങ്കിൽ ലഭിക്കുമായിരുന്ന ഒരു പോയിന്റ് വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. ആ പരാജയം ഞങ്ങളെ നല്ല രീതിയിൽ ദോഷകരമായി ബാധിക്കും. ഇതാണ് വിക്രാന്ത് ശർമ്മ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അവസാന മത്സരത്തിൽ രാജസ്ഥാനും അതുപോലെ തന്നെ ഡൽഹിയും തമ്മിലാണ് ഏറ്റുമുട്ടുക. രാജസ്ഥാന് തന്നെയാണ് അതിൽ വിജയ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. പിന്നീട് മുംബൈ സിറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ആ മത്സരത്തിൽ സമനില വഴങ്ങിയാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് സെമിയിലേക്ക് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ മുംബൈ സിറ്റി അവിടെ വിജയിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകും. ബ്ലാസ്റ്റേഴ്സിനെ സമനിലയിൽ തളച്ചിരുന്നുവെങ്കിൽ രാജസ്ഥാൻ യുണൈറ്റഡിന് ഇപ്പോൾ വലിയ രൂപത്തിൽ സെമി സാധ്യത അവശേഷിക്കുമായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.